നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിന്റെ തിരുവോണ വർഷഫലമാണ്. അതായത് 2026 ഓഗസ്റ്റ് 1 മുതൽ 2027 ഓഗസ്റ്റ് വരെ കൊല്ലവർഷം 1201 202 ആണ്ട് വർഷഫലമാണ് പറയുന്നത്. കാർത്തികയുടെ ഈ 2026-27 സ്ഥാനം എന്ന് പറയുന്നത്, ശനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മീനത്തിൽ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം കന്നി തുലാം രാശികളില് 6ഉം 7ഉം ഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു ആണെങ്കിൽ കുംഭത്തിൽ 11ാം സ്ഥാനത്തും നിൽക്കുന്നു. ഇത് സൂര്യന്റെ നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് നേതൃത്വവും കർമ്മവും ഒക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് ഉദ്യോഗപരമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. സർക്കാർ ഉദ്യോഗമൊക്കെ കിട്ടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്, അഡ്മിനിസ്ട്രേഷൻ, ടീച്ചിങ്, മാനേജ്മെന്റ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ പുരോഗതിയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കും വളരെ നേട്ടമുള്ള ഒരു സമയമാണ്. പ്രധാനപ്പെട്ട സമയങ്ങൾ എന്ന് പറയുന്നത്, ഈ കരിയറിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ എന്ന് പറയുന്നത് 2026 ഓഗസ്റ്റിലും ഡിസംബറിലും സൂര്യന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പ്രമോഷനൊക്കെ ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും അവാർഡ് കിട്ടുവാനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നിടത്തെ മേധാവിയുടെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. 2027 ജനുവരിയിലും ഏപ്രിലും ശനി 12ൽ നിൽക്കുന്നത് കൊണ്ട് ജോലിഭാരമൊക്കെ കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ട്രാൻസ്ഫറിനൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് നല്ലൊരു സമയമായിട്ട് വേണം കരുതാന്. എന്നിരുന്നാലും കഠിനാധ്വാനം വേണ്ടിവരും ഈ ശനി 12ൽ നിൽക്കുന്നത് കൊണ്ട്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റിയൊരു വർഷമാണ്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് ഭക്ഷണം, സ്വർണം, സർക്കാരിന്റെ കോൺട്രാക്ട് എടുത്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ മേഖല, ഇതൊക്കെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ ലാഭകരമായിട്ട് മാറുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ദേഷ്യം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈഗോ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകളെ കുറിച്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വരുന്നതാണ്. അത് കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ്. ഒന്നിലധികം വഴികളിൽ നിന്ന് പണം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം സൂര്യന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹമാണ് ഇതിന് കാരണമാകുന്നത്. ശനി പക്ഷെ 12ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെലവും കൂടാനുള്ള സാധ്യതയുണ്ട്. ആശുപത്രി, യാത്രകള്, നികുതി എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നികുതിയൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ അടച്ച് അതിന്റെ രസീത് കൈപ്പറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ ഫൈനോട് കൂടിയൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് 2026 നവംബർ, 2027 മെയ്, ജൂലൈ ഈ സമയങ്ങളിൽ സ്വർണം, വസ്തു, വാഹനം ഒക്കെ വാങ്ങുവാന് നിങ്ങൾക്ക് പറ്റിയൊരു സമയം ആണ്. നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പണം പരമാവധി ലാഭിക്കാൻ ശ്രമിക്കുക. അധിക വരുമാനം നിങ്ങൾക്ക് വരുമ്പോൾ ധൂർത്ത് ഉണ്ടാവാൻ പാടില്ല. സർക്കാരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ ആവശ്യമാണ്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ വർഷം പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവരുടെ അനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. 2026 സെപ്റ്റംബർ, നവംബർ മാസത്തിൽ നിങ്ങൾ ദാമ്പത്യ കാര്യത്തിലും പ്രണയ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം ദാമ്പത്യത്തിൽ ചെറിയൊരു അകൽച്ചയും പ്രണയത്തിൽ ചെറിയൊരു അകൽച്ചയും ഒക്കെ കാണുന്നുണ്ട്. ഇത് ഈഗോ മുഖാന്തരം ഉണ്ടാകുന്ന ഒരു അകൽച്ചയാണ്. എന്നാൽ 2027 ഫെബ്രുവരി, ജൂൺ മാസത്തില് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹപ്രവേശ കർമ്മം ശക്തമായിട്ടുള്ള ഒരു യോഗം നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. ഇതും ഒന്ന് ശ്രദ്ധിക്കുക. പ്രണയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതിർന്നവരുടെ സമ്മതത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പ്രണയ സാഫല്യം വന്നു ചേരുന്നതാണ്. വീട്ടില് മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ കാര്യം എടുക്കുകയാണെങ്കിൽ കണ്ണ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടും ചില പ്രശ്നങ്ങൾ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലവേദനയൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. 2027 ജനുവരിയും മാർച്ചും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിലെ ശസ്ത്രക്രിയയൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. ശരീരത്തിൽ ചൂട് കൂടുന്ന ഒരു സമയമാണ്. യോഗയും വ്യായാമവും ഒക്കെ ചെയ്യുന്നത് വളരെ
നല്ലൊരു കാര്യമാണ്. ഈ സമയത്ത് വെയിൽ അധികം കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. ജനുവരി മാർച്ച് മാസത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജലം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാർ പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റിയൊരു സമയമാണ്. PSC, ബാങ്കിങ്, UPSC ഇവയൊക്കെ എഴുതാൻ പറ്റിയൊരു നല്ല ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ കാണുന്നുണ്ട്. റിസർച്ചിനൊക്കെ യോഗം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആത്മീയമായിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനവും സൂര്യ നമസ്കാരവും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ 2026, 2027 ഓഗസ്റ്റ് വരെയുള്ള പ്രധാന കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2026 ഓഗസ്റ്റും ഒക്ടോബറും എടുക്കുകയാണെങ്കിൽ കരിയറിലെ പുതിയ ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. എന്നാൽ 2026 നവംബറും 2027 ജനുവരിയും ചെലവ് കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജോലിഭാരമൊക്കെ കൂടുന്നുണ്ട്. ക്ഷമ അങ്ങേയറ്റം നിങ്ങൾക്ക് പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുക. 2027 ഫെബ്രുവരിയിലും ഏപ്രിലും നിങ്ങൾക്ക് ധനലാഭം വേണ്ടുവോളം ഉണ്ടാവുന്നുണ്ട്. വിവാഹമൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വസ്തു കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതായത് വസ്തു വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എല്ലാം മംഗളകരമായിട്ട് നടക്കുന്നതാണ്. 2027 മെയ്യിലും ഓഗസ്റ്റിലും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കൊക്കെയുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സൂര്യ ഭഗവാനെയോ ശിവ ഭഗവാനെയോ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഞായറാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കരുതുകയോ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമ എന്ന മന്ത്രം 108 തവണ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 108 തവണ ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യോദയത്തിൽ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ നോക്കി ഒരു കുമ്പിൾ വെള്ളം കയ്യിലെടുത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ അതിലേക്ക് പതിക്കുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിച്ച് മുഖത്ത് തളിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വർഷം നിങ്ങൾ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈഗോയും ദേഷ്യവും അഹങ്കാരവും ഒക്കെ ആണ് നിങ്ങളുടെ ശത്രുവായിട്ട് ഈ വർഷം വരാൻ പോകുന്നത്. അതുകൊണ്ട് വാക്കുകളൊക്കെ നോക്കി സംസാരിക്കുക. നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നിയമനമൊക്കെ ലഭിക്കുന്നുണ്ട്. പേപ്പർ വർക്കുകളൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കുക. 2027 ജനുവരി മാർച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആരോഗ്യപരമായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാർത്തിക നക്ഷത്രം, ഉത്രം നക്ഷത്രം, പൂരം നക്ഷത്രം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. ഭരണി, രോഹിണി, മകം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 2026, 2027 പറയുകയാണെങ്കിൽ കർമ്മം കൊണ്ട് നിങ്ങൾ കീർത്തി കേൾക്കുന്ന ഒരു വർഷമാണ് ഈ 2026, 2027. കഠിനാധ്വാനം ചെയ്താൽ സ്ഥാനം, പണം എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പക്ഷേ അഹങ്കാരവും ധൃതിയും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ 2026, 2027. പക്ഷെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ഉണ്ടാകുകയുള്ളൂ. ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഒന്ന് ഭവിക്കുന്ന ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.